നാണം കെട്ടത്, നാണക്കേട്. സഭ ഇങ്ങനെ അനാഥാലയം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പാതിരിമാരുണ്ടാക്കുന്ന മക്കളെ വളർത്താനാണോ? കഷ്ടമാണ്. ഞങ്ങളെ പോലെയുള്ള ക്രിസ്ത്യാനികൾക്ക്, ഞാനൊക്കെ ജനിച്ചു വളർന്നത് പാരമ്പര്യ ക്രിസ്ത്യൻ കുടുംബങ്ങളിലാണ്. എന്നെ ഇപ്പോഴും സിജോ ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചു വളർന്ന എന്തിനാണ് കുമ്പസാരിക്കാൻ കുമ്പസാരക്കൂടിന്റെ അടുത്ത് പോയ സ്ത്രീകളെ ഇപ്പൊ സംശയത്തോടെ സമൂഹം നോക്കുന്നു. നാണക്കേടാണിത്, നാണക്കേട്. എന്നിട്ട് രാവിലെ മാനന്തവാടി ബിഷപ്പ് രാവിലെ ഒരു മാപ്പ് ലേഖനം എഴുതി വിട്ടു. മാപ്പ് ലേഖനം കൊണ്ട് നഷ്ടപ്പെട്ട ആ ഒരു സ്ത്രീത്വം, അവളുടെ മാനസികാവസ്ഥ, ഇതൊക്കെ തിരിച്ചു കിട്ടുമോ? സമൂഹത്തിലെ അന്തസ്സ് തിരിച്ചു കിട്ടുമോ? നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം തിരിച്ചു കിട്ടുമോ? കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടിയെ ഏറ്റെടുത്ത അനാഥാലയത്തിലെ കന്യാസ്ത്രീയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. നിനക്ക് ഇത് കഴിഞ്ഞ് പഠിക്കാൻ പോകാമായിരുന്നുവല്ലോ എന്ന് വളരെ ലാഘവത്തോടെ. ആ ചോദ്യത്തിൽ നിന്നാണ് മഠം വിട്ടുപോയ സിസ്റ്റർ മേരിയുടെയും സിസ്റ്റർ ജസ്മിയുടെയും ഒക്കെ അനുഭവ കുറിപ്പുകൾക്ക് യാഥാർത്ഥ്യമുണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നത്. കന്യാസ്ത്രീ മഠങ്ങൾ തന്നെയായിരിക്കണം. കർത്താവിന്റെ മണവാട്ടികൾ കർത്താവിന്റെ മാത്രം മണവാട്ടികളായിരിക്കണം. അല്ലാതെ കർത്താവിന്റെ ഇടയന്മാരുടെ കൂട്ടിക്കൊടുകാരാവരുത്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, എന്നെ പോലെയുള്ള സമൂഹത്തിലെ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന സ്ത്രീകൾ പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കും.